ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വേറെ ഒരു എക്സ്ട്രാ കറിയോ ഒന്നും തന്നെ വേണ്ട. സിമ്പിളാണ്. ഉള്ളി അരിയ, പച്ചമുളക് അരിയ, തക്കാളി അരിയ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അരിയലോ ഇതാക്കലോ ഒന്നും തന്നെ ഇല്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചിക്കൻ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഗ്രില്ലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ഫുൾ ചിക്കൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ വേണ്ടി അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കൻ എടുത്തതേ ഉള്ളൂ. അതിൻ്റെ ഒരു മാരിനേഷനാണ് കാണിക്കുന്നത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരാണ്, ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുത്തത്, യോഗട്ടാണ്. പിന്നെ മുളക് പൊടി, സാധാ നമ്മൾ നോർമൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട്, കാശ്മീരി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി വേണം കേട്ടോ. പിന്നെ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തൈരും ചേർത്തതുകൊണ്ട് ചെറുനാരങ്ങൻ്റെ നീരും ഉണ്ട്, ഈ ഒരു കട്ടി തന്നെ മതി. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ കാശ്മീരി മുളക് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫുൾ ചിക്കനാണ്, സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്കിന്നോട് കൂടി എടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതിൽ വര ഇട്ട് കൊടുത്തണേ. അത്യാവശ്യത്തിന് നന്നായിട്ട് വര ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ വര ഇടാണ്ട് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് മസാല വെച്ചിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എനിക്കിവിടെ അധികം സമയമില്ല, 1-2 മണിക്കൂർ ഇത് വെക്കാൻ സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വര ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണേ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഒരു റൊട്ടീൻ്റെ മാവാണ് കാണിക്കുന്നത് കേട്ടോ, ഇതിനുണ്ടാക്കാനുള്ള റൊട്ടീൻ്റെ മാവ്. അപ്പോൾ അതിന് ഞാൻ ഒരു 3 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ മൈദ വേണ്ട, നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. 3 കപ്പാണ് ഞാൻ മൈദ എടുത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തണേ. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പുളി കുറവുള്ള തൈര് തന്നെ, ഞാനിവിടെ യോഗട്ട് തന്നെയാണ് എടുത്തത്. ഒരു 1/2 കപ്പ് യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മേലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ട ആവശ്യത്തിന് വെള്ളം. വെള്ളം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നമ്മളെ ചപ്പാത്തി മാവിനെക്കാട്ടിലും ലൂസായിരിക്കണം കേട്ടോ. അങ്ങനെ കൈകൊണ്ട് തൊടുന്ന സമയത്ത് ഒരു സ്റ്റിക്കി പാകം എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരിക്കണം. കുഴച്ചിട്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുകയും വേണം. ഈ ഒരു കൈ തൊട്ടാൽ ഒട്ടുന്ന ഒരു പാകത്തിലാണ് നമുക്ക് മാവ് വേണ്ടിയത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, നല്ല സ്റ്റിക്കി പാകത്തിലാണ് ഈ ഒരു മാവുള്ളത്. ഈ ഒരു രീതിയിൽ കുഴച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മിനിമം 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത ചിക്കനാണ്. അത് ഞാൻ ഗ്രില്ല് ചെയ്യാണ്. 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1 ഹവറാണ് ഞാൻ ഗ്രില്ല് ചെയ്തത്. എൻ്റെ ഓവനിൽ അതാണ് സെറ്റിങ്സ് കേട്ടോ. ഇനിയിപ്പോൾ അതിനെ ഒന്ന് പിച്ചി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫുൾ ചിക്കൻ നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഭാഗമൊക്കെ വേണ്ടിയുള്ളൂ കേട്ടോ. ഒരു ചിക്കൻ്റെ ഒരു 1/4 ഭാഗം മതി, 250 ഗ്രാം. അപ്പോൾ ഞാനത് ഒരു പീസ് ചെസ്റ്റ് പീസും കൈയോട് കൂടിയുള്ള ഒന്നാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതിനെ ഒന്ന് പിച്ചി എടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് ചെറുതാക്കി പിച്ചി അല്ല, ഒന്ന് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കഷ്ണം കഷ്ണമാക്കി ഇട്ടാൽ മതി. ഇപ്പം നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾ ചൂടാറിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പിച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് പിച്ചയും വേണ്ട, ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചിട്ടാൽ മതി. നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പീസായിട്ട് ഉണ്ടാവരുത്. അപ്പോൾ ആ ഒരു പീസ് മൊത്തത്തിൽ ഞാനിങ്ങനെ ചിക്കൻ്റെ എല്ലും ഇതൊക്കെ മാറ്റി അതൊന്ന് പിച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കസൂരി മെത്തിയാണ്. ഞാൻ ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ. നിങ്ങൾ പൊടിക്കാത്തതാണ് ചേർക്കണമെങ്കിൽ 1/2 ടീസ്പൂൺ വേണ്ടി വരും. ഇനി ഇത് ഫ്രഷ് ക്രീമാണ്, നല്ല കട്ടിയുള്ള ഫ്രഷ് ക്രീമാണ്. 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ അളന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ തിക്ക് ക്രീം ചേർത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കസൂരി മെത്തിയും ഈ ഒരു ക്രീമും കൂടെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള ഫില്ലിംഗ് ആയിരിക്കണം കേട്ടോ. തീരെ ലൂസായിട്ടുള്ള ഫില്ലിംഗ് ആവാനേ പാടില്ല. അതവിടെ റെഡിയായി. ഇനിയിപ്പോൾ ചെറിയൊരു തടുക്ക പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു സോസ് ഉണ്ടാക്കേണ്ടിയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ചേർത്താൽ മതി കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അതിലേക്ക് ഒരു 5-6 അല്ലി, വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 5-8 എണ്ണമൊക്കെ വേണ്ടി വരും. എന്നിട്ട് ആ വെളുത്തുള്ളി ചെറിയ സിമ്മിലിട്ടിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുക്കണം, എന്നാൽ കരിഞ്ഞു പോകരുത്. നല്ല ഗോൾഡൻ കളറിൽ നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കണം കേട്ടോ. മൊരിച്ച് ഈ എണ്ണ കിടന്ന് എന്താ പറയുക, പൊരിച്ചെടുക്കുക എന്ന് പറയില്ല,
അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഓരോ സ്റ്റേജും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സ്പീഡാക്കി കാണിക്കുന്നതാണ്. കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി ഇതിനൊന്ന് പൊരിച്ചെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് ഇറക്കി വെക്കാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു മതിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. തൊടുമ്പോൾ തന്നെ അത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് ഇതിനെ ഉടച്ചത്, പിന്നെ ഞാൻ ഫോർക്ക് കൊണ്ടാക്കി കേട്ടോ. ഫോർക്ക് ഔട്ടാകുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് അങ്ങ് മാഷായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കേട്ടോ ചെറിയ ഒരു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉടച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഫൈനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പാണ് ഇത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ല 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ തണ്ടില്ലാണ്ട് ഇല മാത്രം അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം അത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട വെളുത്ത എള്ളില്ല, അതും 1 ടേബിൾ സ്പൂൺ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് അതിലേക്ക് വേണ്ടിയ ഒരു സോസാണ് ഇതിൻ്റെ മേലെ ചേർക്കാനുള്ള. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു റൊട്ടി, അത് ഞാൻ 2 മണിക്കൂറോളം മാവ് ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷം എടുത്തതാണ് കേട്ടോ. മിനിമം 1 മണിക്കൂറെങ്കിലും നിങ്ങളിത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ആ ഒരു, ഇനി ഇത് കയ്യിലൊട്ടൊന്നുമില്ല, പക്ഷെ നല്ല സോഫ്റ്റാണ് മാവ്. എന്നാൽ കയ്യിലൊട്ടാത്ത രീതിയിൽ നമുക്ക് എടുക്കാനും ഇതാക്കാനും എല്ലാം പറ്റും. കാരണം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചപ്പോൾ നല്ല സെറ്റായി. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ചപ്പാത്തിൻ്റെ ഒരു സൈസ് മതി കേട്ടോ. സൈസൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷേ ഒരു ചപ്പാത്തിൻ്റെ സൈസിൽ എടുക്കലാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ഉരുട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിയിട്ടിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. ഒരുപാടങ്ങ് പരത്തലല്ല, ഒരു പൂരിൻ്റെക്കാട്ടിലും കുറച്ചും കൂടെ സൈസിൽ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. കട്ടി തന്നെയാണ് പരത്തേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം നമ്മളിത് ഫില്ലിങ് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഒരു പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തി. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, കുറച്ചല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെക്കണേ. തീരെ കുറഞ്ഞു പോകരുത്, നമുക്ക് കഴിക്കുമ്പോൾ വേണമല്ലോ. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് ചീസ്. ഞാനിവിടെ മൊസറല്ല ചീസും ഗോഡ ചീസ് എന്നിട്ടുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഏത് ചീസായാലും കുഴപ്പമില്ല കേട്ടോ. മൊസറല്ല കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ചീസ് ഞാനിത് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസും അത്യാവശ്യം നല്ലോണം വേണം കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇതിനൊന്ന് സീൽ ചെയ്തെടുക്കുക. കംപ്ലീറ്റ് നമ്മളെ മാവ് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഏത് ഷേപ്പിലാക്കാനും പരത്താനും എല്ലാം നല്ല സുഖമാണ് കേട്ടോ. അതിനാണ് നമ്മൾ ഇത്രയും സോഫ്റ്റായിട്ട് നമ്മൾ ഇതിനെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ഇത് ഒട്ടിയിട്ട് വരും. എവിടെയും പുറത്തേക്ക് ഫില്ലിങ് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് നന്നായിട്ട് സീൽ ചെയ്ത് എടുക്കുക. അപ്പോൾ നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഉരുട്ടിയിട്ട് മാറ്റി വെക്കുക. ഇതുപോലെ കംപ്ലീറ്റ് എല്ലാം ഇതേപോലെ ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മൊത്തത്തിലാണത്. എല്ലാം ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചതാണ് ഇട്ടത്. ഇതിനെ നമുക്ക് പരത്തിയിട്ട് ചുടാനാണ് പോണത്. അപ്പോൾ ഞാൻ ഓരോന്നും എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുഴൽ തൊടണ്ട കേട്ടോ. കുഴലില്ലാണ്ട് കൈ വെച്ചിട്ട് നമ്മൾ കൈപ്പത്തിരിയൊക്കെ പരത്തുന്ന പോലെ കൈ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. കുഴൽ വെച്ച് പരത്തുമ്പോൾ മിക്കവാറും ഇതെന്താവും, ഇതിനുള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് പൊട്ടിയിട്ട് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചുടുന്ന സമയത്ത് അത് മൊത്തത്തിൽ കല്ലിലേക്ക് പുറത്തേക്ക് വരും. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കൈ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തൊടുന്ന സമയത്ത് തന്നെ അത് പരന്ന് വരും കേട്ടോ. അത്രയും സോഫ്റ്റാണ് മാവ്. അപ്പോൾ നന്നായിട്ട് പരന്ന് വരും. പിന്നെ ഈ തടി എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഫില്ലിങ്ങിൻ്റെ തടിയാണ് കേട്ടോ. മാവ് നല്ല നൈസായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഉള്ളിലെ ഫില്ലിങ് നമ്മൾ അത്യാവശ്യം നല്ലോണം വെച്ചതുകൊണ്ട് കുറച്ചൊരു തടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കുക. ആ മാവ് പുറത്തേക്ക് കാണുന്ന രീതിയിലായാൽ നമുക്ക് മനസ്സിലാവാം ആ ഒരു പിന്നെ നമ്മൾ പരത്തിയത് നല്ല തിന്നായിട്ടുണ്ട് എന്നുള്ളത്. അതുവരെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ പരത്തിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ മതി. ഒരു ചപ്പാത്തിൻ്റെ ഒരു സൈസ് തന്നെയാണ് ഇതിപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ, ആ ഒരു ഫില്ലിങ് കണ്ടോ പുറത്തേക്ക് കാണുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാണ്. ഇതുപോലെ ഇനിയെല്ലാം പരത്തിയതിന് ശേഷം ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ വലിയ തവയാണ് വെച്ച് കൊടുത്ത് 3 ഒന്നിച്ച് ചുടാണ്. ഇതിന് കവർ ചെയ്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഒരു 3-4 മിനിറ്റ് ചെറിയ സിമ്മിലാക്കി വെക്കണേ. മാക്സിമം അടുപ്പ് ചെറുതാക്കി വെക്കുക. എന്നിട്ടൊരു 4 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്നത്. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 3 തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കവർ ചെയ്തിട്ട് വീണ്ടും നമ്മളൊരു 3-4 മിനിറ്റ് നേരം ചെറിയ സിമ്മിൽ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തുറന്ന് നോക്കുക. ഇതെല്ലാം നല്ല ബോൾ പോലെ പൊള്ളിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ തുറക്കണ സമയത്ത് കാണും, ഒന്നും ചെയ്യേണ്ടിയൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് പൊള്ളി വരും. അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്ത് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മളത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വേവിച്ചത് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങിനെ. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടാത്ത രീതിയിൽ തന്നെ പരത്തിയെടുക്കണേ. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ സോസും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ ഗാർലിക്കിൻ്റെ, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ ഒന്ന് ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കാം.
നന്നായിട്ടൊന്ന് നടുമാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നമ്മൾ അറ്റത്തേക്കൊക്കെ ആക്കാൻ നിന്നാൽ അത് പാനിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലായിടത്തേക്കും ഒരു കരിഞ്ഞ പോലെ ആയി പോകും. അടുത്ത നമ്മൾ റൊട്ടി ഇടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇത് പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇടുന്ന സമയത്ത് കരിഞ്ഞു പോകും. അതുകൊണ്ട് സെൻട്രലായിട്ട് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ ചെറിയ സിമ്മിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണേ. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ആ ഒരു റൊട്ടി റെഡി ആയിന് കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം, പാനിൽ നിന്ന് മാറ്റാം. നല്ല പാകത്തിൽ, നല്ല കറക്റ്റ് പാകത്തിൽ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചൂടോടിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് ബാച്ചാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ബാച്ചാണ്. അതും കൂടെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതാ 2 ഭാഗവും നന്നായിട്ട് മൂടി വെച്ച് 4 മിനിറ്റാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഒരു ഭാഗം 4 മിനിറ്റ്, ഒരു ഭാഗം 4 മിനിറ്റ്. പിന്നെ സിമ്മിലാക്കാനും മറന്നു പോകരുത്. സാധാ സിമ്മല്ല, മാക്സിമം ഓരോരുത്തരുടെ അടുപ്പിലും എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ കവർ ചെയ്തിട്ടും വേവിച്ചെടുക്കണം. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലുമാണ് കേട്ടത്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുകയെന്ന് വെച്ചാൽ ചിക്കൻ സ്റ്റഫ്ഡ് കുൽച്ചാന്നോ അല്ലെങ്കിൽ ഗാർലിക് കുൽച്ചാന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ അതിൻ്റെ ഒരു ഫ്യൂഷനാണിത്. ശരിക്കുള്ള കുൽച്ചൻ്റെ മാവ് മാത്രമേ കുൽച്ചൻ്റെ മാവുള്ളൂ, ഫില്ലിങ് വേറെയാണ്. അതുപോലെ തന്നെ പുറത്ത് തേച്ചത് നമ്മൾ ഗാർലിക് ബ്രെഡിൻ്റെ സോസാണ് പുറത്ത് തേച്ച് കൊടുത്തത്. ഒരു ഫ്യൂഷൻ ടേസ്റ്റാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ. ഈ പ്രോസസ്സ് ഒന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര മെനക്കെടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല കേട്ടോ. ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ സിമ്പിൾ മനസ്സിലാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മാവ് കുഴച്ച് അവിടെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഫില്ലിങ്ങിന് നമുക്ക് ചിക്കൻ പൊരിക്കാനേ ഉള്ളൂ, മസാല തേച്ച് പൊരിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ, വേറൊരു പണി ഇതിലില്ല കേട്ടോ. അടിപൊളിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ 2 ദിവസം വെച്ചാലും ഇത് കേടൊന്നും ആകുന്നില്ല. കാരണം നമ്മൾ അത്രയും ടൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ വേവിച്ച ചിക്കനല്ല, നമ്മൾ പൊരിച്ച ചിക്കനാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത ചിക്കനാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം വെച്ചാലും കേടൊന്നും ആവുകയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മേലെ പറ്റി കൊടുത്തതില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഒരു പൊരിച്ച ഗാർലിക്കിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ തന്നെ അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.